ഹായ്. അപ്പോൾ ഇന്ന് നിങ്ങളുടെ ഉള്ളിലെ ശക്തിയെപ്പറ്റി സംസാരിക്കാം. എനിക്ക് തോന്നുന്നു ഞാൻ എപ്പോഴോ വായിച്ചിട്ടുണ്ട്, രമണ മഹർഷിയോട് എപ്പോഴും ആളുകൾ വന്നിങ്ങനെ സംശയം ചോദിച്ചുകൊണ്ടിരിക്കും. അതിൽ പർട്ടിക്കുലറായിട്ട് ഒരാൾ ചോദിച്ചു, എൻ്റെ ജീവിതത്തിൽ ഇന്ന കാര്യം ചെയ്യാൻ ഞാൻ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ലോകത്തിൽ ഇന്ന സ്ഥലത്ത് യുദ്ധം നടക്കുന്നു, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല, മറ്റേ കാര്യം ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണം, അടുത്ത കാര്യം ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണം. അപ്പോൾ രമണ മഹർഷി അദ്ദേഹത്തോട് പറയുകയുണ്ടായി, നിങ്ങളുടെ ഉള്ളിലൊരു ശക്തി ഉണ്ടല്ലോ, അല്ലെങ്കിൽ നിങ്ങളെ നിയന്ത്രിച്ച അല്ലെങ്കിൽ നിങ്ങളെ സൃഷ്ടിച്ച ഒരു ശക്തി ഉണ്ടെങ്കിൽ, ആ ശക്തിക്ക് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നോക്കാൻ അറിയാമെന്നുണ്ടെങ്കിൽ അതിന് ഈ പ്രപഞ്ചം മൊത്തം നോക്കാൻ അറിയാം. നിങ്ങൾ അതിനെപ്പറ്റി ആലോചിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല. ആദ്യം സ്വയം തിരിച്ചറിയുകയാണ് വേണ്ടതെന്ന് രമണ മഹർഷി പറയുകയുണ്ടായി. ഞാൻ അതിനെപ്പറ്റി എപ്പോഴും ആലോചിക്കാറുണ്ട്. കാരണം സ്വയം തിരിച്ചറിയുക എന്ന് പറയുന്നതാണ് ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയുന്നതിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. സ്വയം തിരിച്ചറിഞ്ഞാലാണ് ഇവിടെ എല്ലാം ടേക്ക് കെയർ ചെയ്യപ്പെട്ടോളും, ഇവിടെ എല്ലാം ശരിയാക്കപ്പെട്ടോളും എന്നുള്ള അറിവ് നമുക്കുണ്ടാവുന്നത്. സ്വയം തിരിച്ചറിഞ്ഞൊരു മനുഷ്യൻ അവൻ്റെ കർമ്മത്തെ ചേഞ്ച് ചെയ്യാനോ വലിയ മാറ്റങ്ങൾ വരുത്താനോ ശ്രമിക്കാത്തതിൻ്റെ കാരണം അതാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിനെ നിയന്ത്രിക്കുന്ന ഒരു ശക്തി സ്രോതസ് ഉണ്ടെങ്കിൽ അതിനറിയാം എന്താണ് വേണ്ടതെന്ന്. നോക്കൂ, ഈ ഒരു പ്രപഞ്ചത്തിൻ്റെ ഒരു പ്രവർത്തനത്തെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്ത് ആക്യുറസിയോടുകൂടി, എന്ത് ഭംഗിയോടുകൂടി, എന്ത് രസത്തിലാണ് ഇവിടെ പ്രവർത്തനം നടക്കുന്നത്. ഭൂമിയിൽ ജീവൻ ഉണ്ടായ കാലം മുതൽ ഇന്ന് വരെയും ഒരു പാറ്റേണിൽ കാര്യങ്ങൾ ഒരു സിങ്ക്രണസിറ്റിയിൽ റിപ്പീറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഭൂമിയിൽ ഒരു തവണയല്ല ജീവൻ ഉണ്ടായത്, ഭൂമിയിൽ പലതവണയാണ് ജീവൻ ഉണ്ടായത്. അത് പിന്നീട് പല മനുഷ്യരൂപങ്ങളും പല മനുഷ്യഗണങ്ങളിലേക്കൊക്കെ നമ്മൾ പോയി. നിയാൻഡർതാൽസ് ആയിട്ടും, എവല്യൂഷൻ്റെ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. അങ്ങനെയൊക്കെ പോയിട്ടാണ് പിന്നെ ഇന്ന് എക്സിസ്റ്റ് ചെയ്യുന്ന ഹോമോസാപ്പിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മളിലേക്ക് എത്തിയത്. അപ്പോൾ ഇതെല്ലാം ഒരു താളത്തിൽ ഇങ്ങനെ സംഭവിച്ചു പോവുകയായിരുന്നു. നാളെ മനുഷ്യകുലം ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതായി പോയാലും ഈ ഒരു താളത്തിന് മാറ്റമൊന്നും ഉണ്ടാവില്ല. കാരണം ഈ താളം ഇവിടെ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. അത് തുടർത്തിക്കൊണ്ട് പോകുന്ന ഒരു ശക്തി, അത് ദൈവം ഒരു വ്യക്തിയായിട്ടൊന്നുമല്ല ഞാൻ കാണുന്നത്. അങ്ങനെ ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ വിചാരിച്ചാലും, ഇനി ഒരു ശക്തി സ്രോതസ്സായിട്ട് വിചാരിച്ചാലും, ശുദ്ധമായ ബോധമായിട്ട് വിചാരിച്ചാലും ഒന്നും കുഴപ്പമില്ല. അതാരോ ആവട്ടെ, അതിനിവിടെ എല്ലാം ടേക്ക് കെയർ ചെയ്യാൻ അറിയാം. അപ്പോൾ ആ ശക്തിയെ നിങ്ങൾ ഒബ്സർവ് ചെയ്യുന്നുണ്ടെങ്കിൽ, ആ ശക്തിയെ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ശരിക്കും മനസ്സിലാക്കേണ്ട മറ്റൊരു വാസ്തവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതേ ശക്തിയാണ് നിങ്ങളുടെ ഉള്ളിലുള്ളത്. അപ്പം നിങ്ങളുടെ ഉള്ളിലുള്ള ശക്തിയിൽ നിങ്ങൾ വിശ്വസിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഞാനതാണ് ചെയ്യാറ്. എനിക്ക് ആങ്സൈറ്റി അല്ലെങ്കിൽ ഡിപ്രഷൻ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ട് തന്നെ ഉണ്ടാകുമ്പോൾ ഞാൻ പലപ്പോഴും ചെയ്യുന്നൊരു കാര്യം, ഞാൻ എൻ്റെ ഉള്ളിലെ ശക്തിയിൽ വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഈ ശക്തി എന്നെ രക്ഷിച്ചു കൊള്ളും എന്നൊരു വിശ്വാസം എനിക്കുണ്ട്. അത് ഒരു 100% സമയത്ത് എന്നെ സഹായിച്ചിട്ടുണ്ട്. ഇനി നാളെ അതെന്നെ സഹായിച്ചില്ലെങ്കിലും ഞാനത് അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണ്. കാരണം ഇവിടെ എല്ലാം നിയന്ത്രിക്കുന്ന ഈ ശക്തി സ്രോതസ്സിന് അതിനറിയാം എന്താണ് വേണ്ടതെന്ന്. നമ്മുടെ ഈ ചെറിയ മനസ്സുകൊണ്ട്, നമ്മൾ ഈ കുട്ടിക്കാലം മുതൽ മെമ്മറി കൊണ്ടും മറ്റുള്ളവരെ പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ കൊണ്ടും എക്സ്പീരിയൻസ് കൊണ്ടും ഒക്കെ ഉണ്ടായി വന്ന കുറേ കാര്യങ്ങളിൽ നിന്നുണ്ടാക്കിയെടുത്തൊരു സെൽഫ് ഐഡൻറ്റിറ്റി നമ്മുടെ ഉള്ളിലുണ്ട്. ഞാനെന്ന് പറയുന്നൊരു ഭാവം. ആ ഭാവത്തിൽ നിന്നാണ് നമ്മൾ കാര്യങ്ങളെ മനസ്സിലാക്കാനും അഡ്രസ്സ് ചെയ്യാനും ആഗ്രഹിക്കാനും നിയന്ത്രിക്കാനൊക്കെ ശ്രമിക്കുന്നത്. ഒരു കാര്യം നടക്കുമ്പോൾ അത് മോശപ്പെട്ട കാര്യമാണ് അല്ലെങ്കിൽ നല്ല കാര്യമാണെന്ന് അതിനെ ജഡ്ജ് ചെയ്യുന്നത് നമ്മുടെ ഉള്ളിലുള്ള സെൽഫ് ഐഡൻറ്റിറ്റിയാണ്. നമ്മുടെ ഉള്ളിലുള്ള യഥാർത്ഥ ഞാനല്ല, നമ്മുടെ ഉള്ളിലുള്ള ഇലൂഷൻ, നമ്മൾ ക്രിയേറ്റ് ചെയ്തേക്കുന്ന മെൻ്റൽ ഇമേജാണ് അത് തിരിച്ചറിയുന്നത്. നമ്മുടെ ഉള്ളിൽ യഥാർത്ഥ ഈ ഞാനെന്ന് പറയുന്നത് ശുദ്ധമായ ബോധമാണ്, അവയർനെസ്സാണ്. അതുമല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഇത്രയും നേരം പറഞ്ഞ ആ ഒരു ശക്തി സ്രോതസ്സാണ്. ആ ശക്തി സ്രോതസ്സ് ഇത്തരം കാര്യങ്ങളെപ്പറ്റി കൺസേൺഡ് അല്ല. കാരണം എന്താണ് നടക്കേണ്ടതെന്ന് അതിന് കൃത്യമായി അറിയാം. മനുഷ്യൻ്റെ ഉത്ഭവത്തിലും അവസാനത്തിലും തുടക്കത്തിലും ഒടുക്കത്തിലും കാലത്തിനും സമയത്തിനും ദേശത്തിനും അതീതമായിട്ട് അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. എല്ലാം ഇപ്പോൾ ഇവിടെ നിലനിർത്തി പോകുന്നുണ്ട്. ഈ നിമിഷത്തിലാണ് മഹാഭാരതവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ നിമിഷത്തിലാണ് രാമായണവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ നിമിഷത്തിലാണ് പുഷ്പക വിമാനത്തിൽ രാവണൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ നിമിഷത്തിലാണ് കർണൻ്റെ നെഞ്ചിലേക്ക് അസ്ത്രം തകഞ്ഞു കയറുന്നത്. അപ്പോൾ ഇതെല്ലാം സംഭവിക്കുന്നത് ഈ നിമിഷത്തിലാണ്. ഇവിടെ എല്ലാം ഇപ്പോൾ ഒരേപോലെ ഒരേ നിമിഷം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനെല്ലാം നയിച്ചു കൊണ്ടുപോകുന്നൊരു ശക്തിക്കറിയാം ഭാവിയും ഭൂതവും വർത്തമാനവും എല്ലാം എന്താണെന്ന്. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ കൺസേൺഡ് ആവുന്നു. നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് കടന്നു പോകുന്നു. എന്തുകൊണ്ടാണ് കടന്നു പോകുന്നത്? നമ്മുടെ ഉള്ളിലുള്ള സെൽഫ് ഇലൂഷൻ, അല്ലെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഞാനെന്ന് പറയുന്ന മെൻ്റൽ ഇമേജ് കാരണം. ഈ ഇമേജ് നമ്മൾ ഒരുപാട് കുഴപ്പങ്ങളിലേക്ക് കൊണ്ടുപോകും. ഈ കുഴപ്പങ്ങളാണ് നമ്മുടെ ഈഗോ ആയിട്ട് എപ്പോഴും മാനിഫെസ്റ്റ് ചെയ്യുന്നത്.
നമ്മൾ വളരെ അഗ്രസീവായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളത് അഹങ്കാരമാണ്, ഈഗോ ആണെന്ന് തിരിച്ചറിയും. എന്നാൽ മൈനർ ലെവലിൽ നമ്മുടെ ലൈഫിലെ ചെറിയ ചെറിയ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്ന ഈ സെൽഫ് ഇലൂഷനെ നമ്മളൊരു അഹങ്കാരമായിട്ടോ ഈഗോ ആയിട്ടോ കാണാറില്ല. സത്യം പറഞ്ഞാൽ അതിനെയും ആ ഒരു ശക്തിയിൽ മെർജ് ചെയ്ത് നമ്മളിങ്ങനെ ഇരിക്കുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു യാഥാർത്ഥ്യത്തെ തിരിച്ചറിയാനുള്ള വഴി. ഈ ഇങ്ങനെ ഇരിക്കുക എന്ന് പറയുമ്പോൾ വെറുതെ കസേരയായിട്ട് ഇരിക്കുന്നതിനെ പറ്റി അല്ല ഞാൻ പറയുന്നത്. മനസ്സിനായിട്ട് ഓട്ടിക്കേണ്ട ആവശ്യമില്ല. മനസ്സിനറിയാം എന്താണ് വേണ്ടതെന്ന്, ശരീരത്തിനറിയാം എന്താണ് വേണ്ടതെന്ന്. നമ്മുടെ ശരീരത്തിന് അതിൻ്റേതായ ഒരു ഇൻ്റലിജൻസ് ഉണ്ട്, അതിനറിയാം സ്വയം ടേക്ക് കെയർ ചെയ്യാൻ. എന്ന് വെച്ച് നിങ്ങൾ മരുന്ന് കഴിക്കേണ്ട സമയത്ത് കഴിക്കാതിരിക്കാനല്ല പറയുന്നത്. കാരണം കോമൺ സെൻസ് ഉപയോഗിക്കേണ്ട സമയത്ത് അത് ഉപയോഗിക്കാനും നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ജസ്റ്റ് ബി എന്ന് പറയും. നീ അതാണ്, അതായിരി എന്ന് പറയും. അതായിട്ട് തന്നെ ഇരിക്കാൻ ശ്രമിക്കൂ, വേറൊന്നാവാൻ ശ്രമിക്കണ്ട. കാരണം നീ അതായിട്ട് തന്നെ ഇരുന്ന, നീ എന്താണോ നീ അതായിട്ട് തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ നീ ആ ശക്തി സ്രോതസ്സായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ വലിയ ധ്യാനത്തിൻ്റെയും ക്രിയകളുടെയും അഭ്യാസങ്ങളുടെയും ഒന്നും ആവശ്യമില്ല. സ്വാഭാവികമായി തന്നെ സംഭവിക്കേണ്ടതെല്ലാം സംഭവിക്കുകയും മനോഹരമായിട്ട് ഇവിടെ മാനിഫെസ്റ്റ് ചെയ്യേണ്ടതെല്ലാം മാനിഫെസ്റ്റ് ചെയ്തിരിക്കും. ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട. ഇനി നമ്മുടെ ഇപ്പോഴത്തെ ഈ ചെറിയ മനസ്സുകൊണ്ട് നോക്കുമ്പോൾ തെറ്റാണ്, മോശമാണ്, അല്ലെങ്കിൽ അയ്യോ എനിക്കുണ്ടായ നഷ്ടമാണെന്ന് ചിന്തിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾ നിങ്ങളായിരിക്കുകയാണെങ്കിൽ അതിനെ നിങ്ങളുടെ യഥാർത്ഥ ശക്തി സ്രോതസ്സിൽ നിന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയുമ്പോൾ അതായിരുന്നു സംഭവിക്കേണ്ടിയിരുന്നതെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകും. അതുകൊണ്ട് തന്നെ ഇവിടെ സംഭവിക്കുന്ന എന്ത് കാര്യത്തെയും അതുപോലെ തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും. എന്ത് ഭംഗിയുള്ളൊരു കാര്യമാണല്ലേ, നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ. ജീവിതത്തിൽ എന്ത് തന്നെ സംഭവിച്ചാലും അതിനെ അതാണ് ഏറ്റവും മനോഹരമായ കാര്യമെന്ന് മനസ്സിലാക്കി അക്സെപ്റ്റ് ചെയ്യുന്നൊരു മെൻ്റൽ സ്റ്റേറ്റ് നമ്മൾക്കുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സഫറിങ് നമുക്കുണ്ടാവും? ഒരിക്കലും ഉണ്ടാവില്ല. കാരണം നമ്മുടെ ഈ ചെറിയ ഇടുങ്ങിയ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ, അല്ലെങ്കിൽ മനസ്സിന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ നടക്കുമ്പോഴൊക്കെയാണ് നമ്മൾ ഡിസ്റ്റർബ്ഡ് ആവുന്നത്, നമുക്ക് ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നത്. ഈ ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റ് ശരിക്കും സംഭവിക്കുന്നത് യഥാർത്ഥത്തിലുള്ള ഈ ശക്തി സ്രോതസ്സിനോടും നമ്മുടെ ഈ മെൻ്റൽ സെൽഫായിട്ടുള്ള ഇലൂഷനോടും തമ്മിലാണ്. ഇവർ തമ്മിലാണ് ഈ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നത്. കാരണം ഈ ശക്തിക്കറിയാം എന്താണ് വേണ്ടതെന്ന്, അത് സംഭവിക്കുകയും ചെയ്യും. എന്നാൽ നമ്മുടെ ഈ കുഞ്ഞ് മനസ്സ് ഇതല്ല വേണ്ടത്, എനിക്ക് വേറൊരു കാര്യം വേണമെന്ന് പറഞ്ഞ് ഈ ഒരു യാഥാർത്ഥ്യത്തിനോട് ഫൈറ്റ് ചെയ്യും. ശരിക്കും പറഞ്ഞാൽ യാഥാർത്ഥ്യത്തിനോട് ഫൈറ്റ് ചെയ്യാൻ പാടില്ല. വാട്ട് ഈസ് എന്ന് പറയും. എന്താണോ ഇപ്പോൾ അതാണ് ദൈവം. അത് മറക്കാതിരിക്കുക. താങ്ക് യു.